എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 4 കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗമാണ് LDC സിലബസിൽ. അതിൽ SCRT ബേസ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതിലെ ഈ മൊഡ്യൂളിലെ അവസാന ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 3ാം അധ്യായമായ പൊതുഭരണം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററോട് കൂടി ഈ മൊഡ്യൂൾ അവസാനിക്കും. ഇനി അടുത്ത മൊഡ്യൂൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അവസാന ചാപ്റ്ററായ പൊതുഭരണം എന്നുള്ള 10ാം ക്ലാസ്സിലെ 3ാം അധ്യായമായ പൊതുഭരണം എന്നുള്ള ചാപ്റ്ററിലേക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. അധ്യായം 3 പൊതുഭരണം. ഇത് 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 3ാം അധ്യായമാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വിവരാവകാശ അപേക്ഷയുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇത്, വിവരാവകാശ അപേക്ഷയിൽ പിന്നെ നമ്മൾ ഒട്ടിക്കേണ്ട സ്റ്റാമ്പ് എത്ര രൂപയുടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ടോ, വിവരാവകാശ അപേക്ഷയിൽ നമ്മൾ 10 രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. ബാക്കിയുള്ള നമ്മൾ ഗവൺമെൻറ് അപേക്ഷയിലൊക്കെ നമ്മൾ 5 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പാണ് ഒട്ടിക്കാറ്. പക്ഷേ വിവരാവകാശത്തിലാണെങ്കിൽ 10 രൂപയുടെയാണ്. അപ്പോൾ 10 രൂപയുടെ സ്റ്റാമ്പാണ് വിവരാവകാശത്തിന് കൊടുക്കുമ്പോൾ ഒട്ടിക്കേണ്ടത്. അത് നോട്ട് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ഈ വിവരാവകാശത്തിൻ്റെ ഒരു അപേക്ഷൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നിസ്സാര കാര്യങ്ങളാണ് ഇങ്ങനത്തെയൊക്കെ നോട്ട് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളത്. അതിൽ ഓപ്ഷൻ എ തന്നെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. പല ആളുകളും 5 എന്നതിൽ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ആവർത്തിക്കരുത്. അതിനാണ് ഈ SCRT ഇങ്ങനെ വായിച്ചത്. നമ്മളെ ഓരോ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കണം. അപ്പോൾ വിവരാവകാശം അപേക്ഷയാണ്. ഇപ്പോൾ 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പാണ് ഇതിൽ ഒട്ടിക്കേണ്ടത്. ഇത് പിന്നെ വിവരാവകാശത്തിൻ്റെ ഒരു അപേക്ഷയാണ്. ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ്. അവിടെ നമുക്ക് ഒന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ ഇതിന് വന്നൊരു മറുപടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കണ്ട. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ എന്താണ് വരുന്നത്, ചില സ്ഥാപനങ്ങളും, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതിൻ്റെ ചുമതല എന്താണ്? ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ചുമതല ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. കൃഷിഭവനോ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷനാണെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളെയും തന്നിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. കൃഷിഭവൻ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷൻ ക്രമസമാധാനം പാലിക്കുന്നു. ഓരോ സ്ഥാപനവും വ്യത്യസ്ത ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളത്. ഇനി ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ചുമതല. അപ്പോൾ പൊതുസ്ഥാപനങ്ങളുടെ ചുമതല എന്താണ്? ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുക എന്നതാണ് പൊതുസ്ഥാപനങ്ങളുടെ ചുമതല. ഇനി പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ്റെ വാക്കുകളാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ്റെ വാക്കുകൾ എന്താണ്? പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. സിമ്പിൾ വാക്കാണ്. പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ്റെ വാക്കുകളാണ്. എൻ ഗ്ലാഡൻ. കോട്ടിങ് ആവുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ നിന്നും കൂടുതൽ പിന്നെ അതിൻ്റെ അടിയിലുള്ള പാരഗ്രാഫിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് പൊതുഭരണമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൊതുഭരണം എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്.
രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ പരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനക്ഷേമമാണ് പൊതുഭരണത്തിൻ്റെ ലക്ഷ്യം. പൊതുഭരണം ജനക്ഷേമം മുൻനിർത്തിയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാൻ ഭരണ സംവിധാനം ആവശ്യമാണ്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാൻ പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണവ്യവസ്ഥക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താല്പര്യമാണ് പ്രധാനം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാനേ ഉള്ളൂ. അത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതിന് വരികൾക്ക് ഇടയിലൂടെ വായിക്കേണ്ട പോയിൻ്റൊന്നും അതിലില്ല. ഇനി പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് ചാർട്ടാക്കി തന്നിട്ടുണ്ട്, പദസൂര്യനാക്കി തന്നിട്ടുണ്ട്. അത് നോട്ട് ചെയ്യാം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അപ്പോൾ ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇതാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അതായത് ഗാന്ധിജി പൊതുഭരണത്തെക്കുറിച്ച് താഴെ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഗാന്ധിജി പൊതുഭരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. പൊതുഭരണത്തെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇത്. അതായത് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായവനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നയങ്ങൾ രൂപീകരിക്കാൻ എന്നുള്ളതാണ് ഗാന്ധിജിയുടെ പൊതുഭരണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരുടെയും സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞത്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യക്ഷമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി ഇതും പറഞ്ഞു. അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന പരിരക്ഷയും വേണ്ട വിഭാഗവും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കണമെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ ഗ്രാമസ്വരാജ് എന്ന ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെ ആശയമാണ് ഗ്രാമസ്വരാജ്. നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിയൻ ആശയങ്ങളിൽ ഒന്നാണ് ഗ്രാമസ്വരാജ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി അതെന്താണെന്ന് നോക്കാം. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും കേന്ദ്ര തലം മുതൽ
സംസ്ഥാന താഴെത്തട്ട് പ്രാദേശിക തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഈ ഉദ്യോഗസ്ഥരിലൂടെയാണ്. ഇനി എന്താണ് ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളതിൻ്റെ ഇതാണ് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിനു കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു, അഥവാ ബ്യൂറോക്രസി. അപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് ചോദിച്ചാൽ, രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും ഉപയോഗപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ അത് വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് ഇതേ ബ്യൂറോക്രസിയാണ്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് പ്രധാനപ്പെട്ടതാണ്. ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ സവിശേഷതയാണ് ശ്രേണീപരമായ സവിശേഷത. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രേണീപരമായ സംഘാടനം, ഹൈറാർക്കൽ ഓർഗനൈസേഷൻ. അതായത് ഏറ്റവും ഉയർന്ന തലത്തിലൊരു ഉദ്യോഗസ്ഥനുണ്ടാവും. പിന്നെ താഴേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന രീതിയാണ്. ഇത് ശ്രേണീപരമായ സംഘടനം അല്ലെങ്കിൽ ഹൈറാർക്കി ഓർഗനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സവിശേഷത എന്താണ്? സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. സ്ഥിരത ഉണ്ടാകും. കാരണം ഒരു ഉദ്യോഗസ്ഥനായി നിയമിച്ചാൽ നമുക്കറിയാം ആളുടെ റിട്ടയർമെൻറ്റിന് ഒരു പ്രായം ഉണ്ടാവും, അതുവരെ പിന്നെ അവരുണ്ടാവും. ആ സേവന കാലാവധി അദ്ദേഹം റിട്ടയർമെൻറ്റിന് ഒരു പ്രായം ഉണ്ടാവും, അതുവരെ സേവന കാലാവധി ഉണ്ടാകും. എന്നാൽ രാഷ്ട്രീയക്കാരാകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 5 വർഷം കഴിയുമ്പോൾ മാറും. ഉദ്യോഗസ്ഥ വൃന്ദമാകുമ്പോൾ സ്ഥിരതയാണ്. യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഹൈറാർക്കി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ശ്രേണീപരമായ സംഘടനം. രണ്ടാമത്തേത് സ്ഥിരത. മൂന്നാമത്തേത് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. വിദ്യാഭ്യാസപരമായ യോഗ്യത അടിസ്ഥാനമാക്കി തന്നെയാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളിപ്പോൾ PSC ആണെങ്കിൽ ഡിഗ്രിക്കാർക്ക് ഒരു പരീക്ഷ, ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഒരു പരീക്ഷ, അതേപോലെ +2 യോഗ്യത ഒരു പരീക്ഷ, SLC ഒരു പരീക്ഷ, അങ്ങനെയാണല്ലോ. അപ്പോൾ യോഗ്യത അടിസ്ഥാനപരമായി തന്നെയാണ്, യോഗ്യതയ്ക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വേണം. ഇതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇതിൽ ശരിക്കും പൊതുഭരണം എന്നുള്ള ഈ ചാപ്റ്ററിൽ ഫുള്ള് നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്, നമ്മുടെ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ കറക്റ്റ് പഠിപ്പിക്കുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കൽ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണ്. അവിടെ രാഷ്ട്രീയം ഒരിക്കലും നോക്കാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് ഈ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, അവർ താല്പര്യ കക്ഷി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായി ചേർന്ന് പോകുന്നവരാവില്ല അധികാരത്തിൽ. പക്ഷേ അവരുടെ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിലൊന്നും ആ രാഷ്ട്രീയം
കക്ഷി രാഷ്ട്രീയം കാണിക്കാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പ്രവർത്തിക്കണം. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അപ്പോൾ രാഷ്ട്രീയ നിഷ്പക്ഷത അടുത്തൊരു പ്രത്യേകതയാണ്. പിന്നെ വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ. ഓരോ ഉദ്യോഗസ്ഥരും അവരാ ചെയ്യുന്ന ട്രേഡിൽ വൈദഗ്ധ്യം ഉള്ളവരായിരിക്കും. കാരണം ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണല്ലോ അവരുടെ നിയമനം. അപ്പോൾ എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, ശ്രേണിപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഇങ്ങനെ ഈ 5 പ്രത്യേകതകളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഉള്ളത്. ഇനി അടുത്തതാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എന്നുള്ള ടോപ്പിക്ക്. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിയമിക്കപ്പെടുന്നതും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അതായത് എല്ലാ സർക്കാർ ജോലിക്കാരും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ സിവിൽ സർവീസ് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ് 3 കാറ്റഗറിയാണ്. പ്രധാനമായും 3 തരത്തിലായി തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ്. അതിൽ വരുന്ന ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ വർഗീകരണം എന്തായാലും പഠിച്ചു വെക്കണം. അതിൽ വരുന്ന കാറ്റഗറികളും പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 1ാമത്തെ വർഗീകരണമാണ് അഖിലേന്ത്യാ സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഏതിലും നിയമിക്കപ്പെടാം. അതിൻ്റെ ഉദാഹരണമാണ് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതേപോലെ IPS ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ IAS IPS എന്നിവ ഏത് സർവീസിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസിന് ഉദാഹരണമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാനങ്ങളിലോ ദേശീയ തലത്തിലോ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന സർവീസിലോ അല്ലെങ്കിൽ ദേശീയ സർവീസിലോ നിയമിക്കപ്പെടുക. അപ്പോൾ IAS IPS അഖിലേന്ത്യാ സർവീസിൻ്റെ ഉദാഹരണം. ഇനിയാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് ഏതാണ്? കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ അതും അഖിലേന്ത്യാ സർവീസിൻ്റെ പോലെ തന്നെയാണ്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിലോ നിയമിക്കപ്പെടും. എന്നാൽ കേന്ദ്ര സർവീസ് ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസുകാർ ഒരിക്കലും സംസ്ഥാന സർവീസുകളിൽ നിയമിക്കപ്പെടില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് പിന്നെ കേന്ദ്ര സർവീസുകാർ നിയമിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതേപോലെ IRS ഇന്ത്യൻ റെയിൽവേ സർവീസ്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിന് IAS IPS, കേന്ദ്ര സർവീസിന് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇനിയാണ് സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസ് സിമ്പിളാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പോൾ സംസ്ഥാന സർവീസിന് ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. ഇത് SCRTയിൽ വന്ന ഉദാഹരണമാണ്. ഇനി ബാക്കി അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഉദാഹരണങ്ങൾ നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതാക്കണം. പരീക്ഷയ്ക്ക് പുറത്തുനിന്നുള്ള ഉദാഹരണം വരാനും സാധ്യതയുണ്ട്. SCRT എന്തായാലും പഠിക്കണം, പുറത്തുനിന്നുള്ളതും നോക്കണം. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏത് ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് സർവീസിൻ്റെ കീഴിൽ വരുന്നവരാണ്. ഇപ്പോൾ ഈ സാധാ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ സംസ്ഥാന സർവീസിന് കീഴിൽ വരുന്നതാണ്. സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകൾക്ക് കീഴിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പോൾ
ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 കാറ്റഗറികളാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ്. അപ്പോൾ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSC ചെയർമാനെയും അംഗങ്ങളെയും യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ സംസ്ഥാന തലങ്ങളിൽ PSC ഉണ്ട്, അതിലേക്ക് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആണ്. UPSC ആണെങ്കിലും കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC ആണെങ്കിലൊക്കെ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പിന്നെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആരാണ്? ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു UPSC ആണെങ്കിലും PSC ആണെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് PSCയിലേക്ക് ഗവർണറാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയിലേക്കാണെങ്കിൽ രാഷ്ട്രപതിയാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. സ്റ്റേറ്റ് PSC സ്റ്റേറ്റ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നിങ്ങൾക്കും കളക്ടറാകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അത് കളക്ടറാകാൻ നിങ്ങൾക്കും ആകാം എന്നുള്ളത്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് എന്നുള്ളത്. അപ്പോൾ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുക. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. അതായത് സിവിൽ സർവീസ് പരീക്ഷയിലൂടെ തന്നെയാണ് IASകാരെയും IPSകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റ്, ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഇനി ഇവിടെ കേരള PSCൻ്റെ ആസ്ഥാനത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. തിരുവനന്തപുരത്താണ് കേരള PSCയുടെ ആസ്ഥാനം. നിലവിൽ കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു ആണ് നിലവിൽ കേരള PSC ചെയർമാൻ. UPSCയുടെ ചെയർമാൻ ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി ഭരണ നവീകരണം ആണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഭരണ നവീകരണം എന്ന് ചോദിച്ചാൽ, ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും
സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികളെയാണ് ഭരണ നവീകരണം എന്ന് പറയപ്പെടുന്നത്. കാര്യക്ഷമവും സൗഹൃദപരമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനസൗഹൃദപരവും കാര്യക്ഷമമാക്കുകയാണ് ഭരണ നവീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഭരണ നവീകരണത്തിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഭരണ നവീകരണത്തിന് ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഇവിടെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദനായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ അത് അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളുണ്ട്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി. ഇ ഗവേണൻസിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. നമ്മൾ ഭരണ നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇ ഗവേണൻസ് പദ്ധതി. അതിനെക്കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ഇ ഗവേണൻസ്. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇപ്പോൾ ഭരണ നവീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇ ഗവേണൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണഘടനാ രംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. അപ്പോൾ എന്താണ് ഇ ഗവേണൻസ് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇത് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അപ്പോൾ ഇ ഗവേണൻസ് ഗവൺമെൻറ്റിൻ്റെ നമുക്ക് തന്നെ അറിയാമല്ലോ, ഓൺലൈനാക്കിയത്. ഈ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അപ്പോൾ ഓൺലൈനാക്കിയത് തന്നെ ഒരുപാട് സഹായകമായി. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നോക്കുക. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ. നമുക്കറിയാം, ഒരൊറ്റ അപേക്ഷയിലൂടെ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ അത് എളുപ്പമാക്കി. മറ്റേതാണെങ്കിൽ പഴയ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഓരോ സ്കൂളിൽ അപേക്ഷിക്കണമെങ്കിലും അവിടെ പോയി അപേക്ഷാ ഫോം വാങ്ങിച്ച് അവിടെ തന്നെ അപേക്ഷ എഴുതി കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഒറ്റ ആപ്ലിക്കേഷനിലൂടെ കേരളത്തിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ ഇ ഗവേണൻസിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള അപേക്ഷ, അതേപോലെ അപ്പോൾ വിവിധ സ്കോളർഷിപ്പിനായുള്ള ഓൺലൈൻ അപേക്ഷയും ഏകജാലക ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷയൊക്കെ ഇ ഗവേണൻസ് പദ്ധതിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഇ ഗവേണൻസ് പദ്ധതി കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നോക്കാം. ഇത് ബുള്ളറ്റ് പോയിൻ്റാണ്, അപ്പോൾ നോട്ട് ചെയ്യാം. ഇനി ഈ ഗവേണൻസ് പദ്ധതി കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്താണ്? വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ ഓഫീസിൽ സേവനത്തിനായി പോയി കാത്തുകെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇ ഗവേണൻസ് പദ്ധതി കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇനി ഇ ഗവേണൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അക്ഷയ.
എന്താണ് അക്ഷയ എന്നുള്ളത് നോക്കാം. അക്ഷയ കേന്ദ്രം ഇ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അപ്പോൾ എന്താണ് അക്ഷയ കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് സാക്ഷരത എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അതേപോലെ സാക്ഷരാക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അക്ഷയ കേന്ദ്രമാണ്. ഗവേണൻസിലൂടെ ഗവൺമെൻറ്റിന് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭവും അക്ഷയയാണ്. ജനങ്ങളെ സാക്ഷരാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ കേന്ദ്രമാണ് അക്ഷയ. ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. സാക്ഷരത വ്യാപകമാകുന്നത് ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാം. സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം. ഇപ്പം പല ആളുകളും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാ മുകളിൽ ഫസ്റ്റ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്ത വിവരാവകാശ നിയമത്തിനുള്ള മറുപടി എന്നുള്ള ഇതാണ്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. നമുക്ക് അവിടെ ഒന്നും നോട്ട് ചെയ്യണം പോയിൻ്റില്ല. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ MKSS എന്ന് ഇംഗ്ലീഷിൽ ഷോർട്ടായി പറയാം, അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന അല്ലെങ്കിൽ ഏത് സംഘടന പ്രവർത്തനമാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ്. ഇനി 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി എന്നുള്ളത്. അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 വിവരാവകാശ നിയമം അഥവാ ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005 ഗാർഹിക പീഡന നിരോധന നിയമം വന്നതും 2005 തന്നെയാണ്. അപ്പോൾ 2005 പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ് ഗാർഹിക പീഡന നിരോധന നിയമവും വിവരാവകാശ നിയമവും. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർത്തിരിക്കുക. പിന്നെ വിവരാവകാശത്തെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, അതേപോലെ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ 2005. ഈ 3 കാര്യങ്ങൾ നമ്മൾ വിവരാവകാശം നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം. ഇനി വിവരാവകാശം നമ്മൾ പറഞ്ഞു. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളല്ലാത്തത് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായത് ശരിയായവ തിരഞ്ഞെടുക്കുക, തെറ്റായവ തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ അഴിമതി നിയന്ത്രണം, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, ഈ 3 കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ അഴിമതി നിയന്ത്രണം, ഉദ്യോഗസ്ഥർക്കിടയിലെ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, ഈ 2 കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ നമ്മൾ വീഴാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നതിന് പകരം അതാര്യമാക്കുക എന്ന് കൊടുക്കും. സുതാര്യം എന്നുള്ളത് അതാര്യം എന്ന് കൊടുത്താൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ വീഴും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അത് സുതാര്യമാക്കുക, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, ഈ 3 കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ.
ഇനി വിവരാവകാശ നിയമത്തിൽ തന്നെ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാൻ ഉള്ള ഒരു ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് വിവരാവകാശ കമ്മീഷന്. അപ്പോൾ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ വിവരത്തിൽ പെടും. അപ്പോൾ പൊതുവിവരങ്ങളിലാണ് നമുക്ക് ഈ വിവരാവകാശ നിയമം ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ പൊതുവിവരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അപ്പോൾ നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിവരത്തിൽ പെടുന്നത്. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ആവശ്യപ്പെടാം. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷയെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, അതേപോലെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, അതേപോലെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ. ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ട ഇല്ലാത്ത വിവരങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാത്ത വിവരങ്ങളാണ്. ഇനി വിവരാവകാശ കമ്മീഷൻ, അതായത് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ള ഭാഗമാണ്. വിവരാവകാശ നിയമം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവരാവകാശ കമ്മീഷൻ എന്നുള്ള ഒരു ഭാഗം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകളെ നിയമിച്ചിട്ടുള്ളത്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിവരാവകാശ കമ്മീഷനിൽ അംഗങ്ങളുടെ എണ്ണം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. ഇത് കഴിഞ്ഞ ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ എല്ലാവരെയും പെടുത്തിയ ഒരു ക്വസ്റ്റ്യനായിരുന്നു. ഇതിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഈ ഭാഗമാണ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും എന്നുള്ളത് ഈ കവിയാത്ത എന്ന വാക്കിന് പകരം കുറയാത്ത എന്നാണ് PSC കൊടുത്തത്. അപ്പോൾ നമ്മൾ അത്രയും മൈന്യൂട്ട് റീഡിങ് തറവായിട്ട് വായിച്ചവർക്ക് മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ അത് ആ ട്രാപ്പിൽ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത കുറയാത്ത എന്നല്ല കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ
അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്തിനകം തരാതിരിക്കുക, അല്ലെങ്കിൽ അത് നിരസിക്കുക, അല്ലെങ്കിൽ അപൂർണമോ അല്ലെങ്കിൽ തെറ്റായതോ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരിക. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇനി അടുത്ത് വരുന്ന ഭാഗം പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ, അതായത് നമ്മൾ ഈ അപ്പീൽ കൊടുക്കുന്ന കാര്യം നമ്മൾ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ, വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ദിവസവും 250 രൂപ വെച്ച് വിവരങ്ങൾ തരുന്നത് വരെ പിഴ ചുമത്താൻ കമ്മീഷന് അധികാരം ഉണ്ട്. അപ്പോൾ പിഴ എത്രയാണ്? ദിവസവും 250 രൂപ. ദിവസവും 250 രൂപ വിവരങ്ങൾ നൽകുന്നത് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്. അപ്പോൾ ഈ 250 എന്നുള്ളത് ഓപ്ഷനിൽ 150, 350 ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട് ചെയ്യുക, 250 ദിവസവും 250 രൂപ നമുക്ക് മറുപടി തരുന്നത് വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ വിവരാവകാശ നിയമം അത് പറഞ്ഞു. ഇനിയാണ് സേവനാവകാശം. ഇവിടെ സേവനാവകാശ നിയമം പരീക്ഷാഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഓരോ സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാലാവധി മാക്സിമം എത്ര എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതുപോലൊരു ബോർഡ് ഉണ്ടാവും, എത്ര സേവനങ്ങളും അതിൻ്റെ എത്ര കാലാവധി കൊണ്ട് കിട്ടും എന്നുള്ളതൊക്കെ. ഇനി സേവനാവകാശ നിയമം എന്താണ് എന്നുള്ളത് നോക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പോൾ സേവന നിയമം അനുശാസിക്കുന്നു ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് സേവനാവകാശ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. അപ്പോൾ സേവനാവകാശ നിയമത്തിലുള്ള കാര്യങ്ങൾ എന്താണ്? ആദ്യം സേവനാവകാശം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഇനി അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണം എന്ന നിയമവും സേവനാവകാശ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ ഉണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓഫീസിലും സേവനാവകാശ നിയമപ്രകാരം നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റാണ് സേവനാവകാശ നിയമം, അതിൻ്റെ കാര്യങ്ങൾ. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും സേവനാവകാശ നിയമത്തിൽ ഉണ്ട്. പിന്നെ ഓരോ ഓഫീസിലും സേവനാവകാശ നിയമപ്രകാരം ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും മാർഗനിർദ്ദേശങ്ങളും അപേക്ഷകർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലോക്പാലും യോഗായുക്തയും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും
രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ എന്താണ് ലോക്പാൽ, ലോകായുക്ത എന്ന് ചോദിച്ചാൽ ഭരണതലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലോ ഏത് തലത്തിലുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര തലത്തിലും ലോകായുക്ത എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലുമാണ്. ഇനി അതന്നെയാണ് പറയുന്നത്, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ഇനി ലോക്പാലിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ഇവിടെ നടപടികൾ നിർദ്ദേശിക്കാൻ എന്നുള്ള ഭാഗം പ്രത്യേകം നോട്ട് ചെയ്യണം. നടപടികൾ എടുക്കാൻ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായി വന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നടപടി എടുക്കാൻ കഴിയില്ല, നടപടി നിർദ്ദേശിക്കാനേ കഴിയുള്ളൂ. അത് നമുക്ക് ഇതാണെങ്കിലും ഇനിയിപ്പോൾ ഏതാണെങ്കിലും, ഇത് മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും ലോക്പാലൊക്കെ ആണെങ്കിലും നടപടി എടുക്കാൻ കഴിയില്ല, നടപടി നിർദ്ദേശിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അത് നമ്മൾ പറഞ്ഞു. കേന്ദ്ര തലത്തിൽ പിന്നെ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും. ലോകായുക്തക്ക് കോടതി നടപടികളുടെ രീതിയാണുള്ളത്. അപ്പോൾ ലോക്പാലിനും ലോകായുക്തക്കൊക്കെ കോടതി നടപടികളുടെ രീതിയാണ് ഉള്ളത്. അപ്പോൾ ഒക്കെ ഈ രണ്ടിനാണെങ്കിലും അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നടപടി എടുക്കാൻ കഴിയില്ല, നടപടികൾ നിർദ്ദേശിക്കാനേ കഴിയുകയുള്ളൂ. അടുത്തത് അഴിമതി തടയുന്നതിന് വേണ്ടി ഉള്ള അടുത്തൊരു ഏജൻസിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് 1964. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 നിലവിൽ വന്നു. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. അതേപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും ഉണ്ടാവും. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. അപ്പോൾ വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളലാണ് വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. അപ്പോൾ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കലാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കലാണ്. അപ്പോൾ 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്. ഇനി നമ്മൾ കാണുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ അറിയിപ്പുകൾ എല്ലാ ഗവൺമെൻറ് ഓഫീസിലും ഇതുപോലെ കാണാറുണ്ട്. അപ്പോൾ അതാണ് ഇത്. ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കുക. അപ്പോൾ അതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇനി അടുത്തതാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്താണെന്ന് നോക്കാം. ജനപ്രതിനിധികളും
ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്താണ്? ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ അല്ലെങ്കിൽ ചുമതലകൾ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ നമുക്ക് പരാതിപ്പെടാവുന്ന ഒരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. അപ്പോൾ ഓംബുഡ്സ്മാനായി ആരെയാണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചാൽ സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ഓംബുഡ്സ്മാന് പരാതി നൽകാം. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആരെയും വിളിച്ചു വരുത്താനും അതേപോലെ നടപടി ശുപാർശ ചെയ്യാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുക. ഈ കമ്മീഷനുകളുടെ അല്ലെങ്കിൽ സ്ഥാപന മേധാവികളുടെയൊക്കെ അധികാരം എന്ന് പറഞ്ഞാൽ നടപടി ശുപാർശ ചെയ്യാൻ, ഒരിക്കലും നടപടി എടുക്കാൻ കഴിയില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് ഓംബുഡ്സ്മാന് പരാതി നൽകാം. പരാതി കിട്ടിയാൽ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്താനും അവർക്കെതിരെ അന്വേഷണം നടത്താനും അതേപോലെ നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഓംബുഡ്സ്മാനുണ്ട്. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഓംബുഡ്സ്മാൻ പ്രധാനമായിട്ടും ആരംഭിച്ചത് ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതികൾക്ക് കേൾക്കാനും അതിന് പരിഹാരം കാണാനുമാണ് ഓംബുഡ്സ്മാനെ നിയമിച്ചത്. അപ്പോൾ ഓംബുഡ്സ്മാനെ നിയമിച്ചത് ബാങ്കിങ് രംഗത്തെ പരാതികൾ കേൾക്കാനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ്. പക്ഷേ ജനങ്ങൾക്ക് നേരിട്ട് ഇതുപോലെ പൊതുഭരണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ എന്തെങ്കിലും സ്വജനപക്ഷപാതമോ അഴിമതിയോ അല്ലെങ്കിൽ ധനദുർവിനിയോഗമൊക്കെ ചെയ്താൽ പൊതുജനങ്ങൾക്ക് അതിനെതിരെ നേരിട്ട് പരാതി നൽകാവുന്ന ഒരു സംവിധാനം തന്നെയാണ് ഓംബുഡ്സ്മാൻ. ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാൻ ആയി നിയമിക്കപ്പെടുന്നത്. ഈ സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അഴിമതി എന്ന് പറഞ്ഞാൽ വെറും ഒരു പണ ഇടപാട് അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, സേവനങ്ങൾ വൈകി നൽകുന്നതും അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും അതേപോലെ സേവനം ഉദ്യോഗസ്ഥരുടെ ഔദാര്യമാണ് എന്ന നിലക്ക് കാണിക്കുന്നതൊക്കെ അഴിമതിയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ പോയിൻ്റുകൾ. നമ്മളൊക്കെ ഇനി ഭാവിയിൽ സർവീസിൽ കയറുകയാണെങ്കിൽ ഈ പോയിൻ്റുകളൊക്കെ നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം. സേവനങ്ങൾ വൈകി നൽകലും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കലും സേവനത്തെ ഒരു ഔദാര്യമാക്കി കാണുന്നതൊക്കെ അഴിമതിയുടെ ഭാഗം തന്നെയാണ്. ഈ അഴിമതി എന്ന കീഴിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. ഇതോടെ നമ്മുടെ ഭരണഘടന എന്ന മൊഡ്യൂൾ 4 അവസാനിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്ററുകൾ നമ്മൾ ഫുള്ള് കവർ ചെയ്തു. അടുത്ത മൊഡ്യൂൾ നമ്മൾ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പൊതുഭരണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം, ഉദ്യോഗസ്ഥ വൃന്ദം, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, അതേപോലെ ഭരണ നവീകരണം, ഗവേണൻസ്, സേവനാവകാശം, അറിയാനുള്ള അവകാശം, വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതിൻ്റെ ഒരു ജസ്റ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.